അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ മൊഡ്യൂൾ 3-ലെ ദ ആർട്ട് ഓഫ് റീഡിങ് ഫെയറി ടെയിൽസ് ആണ്. അതായത് ഒരു ഫെയറി ടെയിലിനെ നമുക്ക് എങ്ങനെ വായിക്കാം, ഹൗ ടു റീഡ് എ ഫെയറി ടെയിൽ. ഈ ഒരു ഫെയറി ടെയിൽ റീഡിങ് ഒരു പൊളിറ്റിക്കൽ ആക്ട് ആയിട്ട് മാറുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മൊഡ്യൂൾ 3-ലെ തിയറി പോർഷനിൽ നമ്മൾ നോക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് 2 ക്രിട്ടിക്കൽ റീഡിങ്സും ഉണ്ട്. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത് പോയ വ്ളാഡിമിർ പ്രോപ്പിൻ്റെ മോർഫോളജി ഓഫ് ദ ഫോക്ക് ടെയിലെ പിന്നെ ഒരു ക്രിട്ടിക്കൽ റീഡിങ്ങും, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫെയറി ടെയിൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു പേപ്പറും കൂടി, നമുക്കൊരു എസ്സേയും കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ തിയറി പോർഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫെയറി ടെയിലിൽ ഹൗ ടു റീഡ് എ ഫെയറി ടെയിൽ, ഹൗ ടു റീഡ് ഫെയറി ടെയിൽസ്, പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻസും അതിൻ്റെ പെർവേഴ്സീവ്നെസ്സും എങ്ങനെയാണെന്നുള്ളത്, പിന്നെ റീഡിങ്ങിന് ഇതെങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ആക്റ്റായിട്ട് മാറുന്നത്. അപ്പോൾ ഫെയറി ടെയിൽസ് എന്ന് പറയുന്നത് കൾച്ചറൽ ആൻഡ് സോഷ്യൽ കോൺസ്ട്രക്റ്റിലാണ് എഴുതി പോയേക്കുന്നത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിലുള്ള ബിലീഫ്, ഫിയർ, സൊസൈറ്റിയുടെ ഡിസയേഴ്സ്, അതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സൊസൈറ്റിയിൽ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫെയറി ടെയിലിനകത്ത് നമുക്ക് റിഫ്ലക്റ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ സൊസൈറ്റിക്ക് ആണുങ്ങൾ എപ്പോഴും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയാണ് നമ്മുടേത്. സോ അത് നമുക്ക് അതിനകത്ത് റിഫ്ലക്റ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നു. ആണുങ്ങൾ ഹീറോസ് എന്ന് പറയുന്നത് ആക്റ്റീവാണ്, സ്ത്രീകളെന്ന് പറയുന്നത് പാസീവാണ്. ബ്യൂട്ടി എന്നുള്ളത് എപ്പോഴും ഫിസിക്കൽ ബ്യൂട്ടി എന്ന് പറയുന്നത് എപ്പോഴും, എസ്പെഷ്യലി ഓഫ് ഗേൾസ് അല്ലെങ്കിൽ വിമൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൊസൈറ്റി കാണുന്നൊരു കാര്യമാണ്. സോ അത് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഫെയറി ടെയിൽസ് എന്ന് പറയുന്ന കൾച്ചറൽ ആൻഡ് സോഷ്യൽ കൺസ്ട്രക്റ്റിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് സൊസൈറ്റിയിലെ ബിലീഫും ഫിയറും ഡിസയേഴ്സും എല്ലാം വി ക്യാൻ വിറ്റ്നസ് ഇറ്റ് ഓൺ ദി ഫെയറി ടെയിൽസ്. ഈ ഒരു കൺസ്ട്രക്ഷൻസ്, കൾച്ചറൽ ആൻഡ് സോഷ്യൽ കൺസ്ട്രക്റ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻസ്, അത് ബ്യൂട്ടിയുടെ കാര്യത്തിലുണ്ട്, മൊറാലിറ്റിയുടെ കാര്യത്തിലുണ്ട്, ജെൻഡർ ഉണ്ട്, ക്ലാസ് ഉണ്ട്. ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, റിച്ച് ആൻഡ് പുവർ, പവറിൻ്റെ കാര്യത്തിലുമുണ്ട്. ഗുഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അവരെപ്പോഴും സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അനുസരിച്ച് ജീവിക്കുന്നവരാണ്, ബ്യൂട്ടിഫുൾ ആണ്, ഒബീഡിയൻ്റ് ആണ്, ഹംബിൾ ആണ്. ഈവിൾ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പം സൊസൈറ്റി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഓൾറെഡി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നശിപ്പിക്കുന്നവരാണ്. അതാണ് നമ്മുടെ എക്സാമ്പിളായിട്ട് പറയാനെന്നുണ്ടെങ്കിൽ വിച്ച്, ആ ഒരു ക്യാരക്ടറൊക്കെ. ഈ ഒരു ട്രെയ്റ്റ്, ഈ ഒരു കാര്യം തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ഫെയറി ടെയിൽസിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ബ്യൂട്ടിഫുൾ പ്രിൻസസ്, ബ്രേവ് പ്രിൻസ്, വിക്കഡ് വിച്ച് അല്ലെങ്കിൽ വിക്കഡ് സ്റ്റെപ്പ് മോം. ഈ ആർക്ക് ടൈപ്സ്, അതായത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഈ ഒരു പാറ്റേൺ, അത് ന്യൂട്രലല്ല പോകുന്നത് അല്ലേ. അത് ന്യൂട്രൽ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. കുറച്ച് എക്സ്പെക്റ്റേഷൻസ് അതായത് ബിഹേവിയറിനെ കുറിച്ചും ഐഡൻറ്റിറ്റിയെക്കുറിച്ചും, അതായത് അതിന് വലിയ ഇമ്പാക്റ്റ് ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അത് ന്യൂട്രൽ അല്ല ഒരിക്കലും. പക്ഷേ ദേ ഹാവ് ക്രിയേറ്റഡ് എ ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഓൺ ദി സൊസൈറ്റി. അതായത് ബിഹേവിയറിനെ കുറിച്ചും ഐഡൻറ്റിറ്റിയെക്കുറിച്ചും ഒക്കെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വരുത്തി തീർത്തു നമ്മുടെ മൈൻഡിൽ ഈ ഫെയറി ടെയിൽസിലുള്ള ഈ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ. അപ്പോൾ ഫെയറി ടെയിൽസിനെ നമുക്ക് പെർവേസീവ് എന്ന് വിളിക്കാം. കാരണം ഓരോ ജനറേഷൻസിലും ഇതിനെ പുതിയ രീതിയിലും പഴയ രീതിയിലും എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു കൾച്ചറൽ വാല്യൂ ഡീപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻസ് ഉണ്ടല്ലോ, അതായത് വാമൊഴിയായിട്ട് കഥകൾ പറഞ്ഞു പോകുന്നത്, ഇവിടെ എഴുതി വെക്കാത്ത കഥകൾ, ആ വാമൊഴിയായിട്ട് പറഞ്ഞു പോയേക്കുന്നതാണ് ശരിക്കും പറഞ്ഞ ഈ ഫെയറി ടെയിൽസിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് തന്നെ ബിഫോർ ബീങ് റിട്ടൺ ഡൗൺ ആസ് എ ഫെയറി ടെയിൽ. ഇതെല്ലാം ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷനകത്ത് വരുന്ന കാര്യങ്ങളായിരുന്നു. ഫെയറി ടെയിൽസ് ഇപ്പോൾ പുതിയ കോണ്ടെക്സ്റ്റിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ എന്നാലും പഴയ കുറച്ച് കാര്യങ്ങൾ ഹിഡനായിട്ട് ഇതിനകത്ത് കിടപ്പുണ്ട്. ഈ ഡിസ്നി ആണെന്നുണ്ടെങ്കിലും നമ്മുടെ മോഡേൺ മീഡിയ ആണെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഫെയറി ടെയിൽസിനകത്ത്. ബ്യൂട്ടി ഈക്വൽസ് ഗുഡ്നെസ് എന്നാണ് നമ്മൾ ഫെയറി ടെയിൽസിനകത്ത് എല്ലാം കാണുന്നത്. അഗ്ലിനെസ് ഈക്വൽസ് ഈവിൾ, ഇതാണ് റിപ്പീറ്റഡ് മെസ്സേജ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ സൊസൈറ്റിയിലും കാണുന്നത് അല്ലേ. ജെൻഡർ കൺസ്ട്രക്ഷൻസ് ഫെയറി ടെയിൽസിൽ അതും കാണാൻ സാധിക്കുന്നുണ്ട്. ആണുങ്ങൾ എപ്പോഴും ബ്രേവ് ആയിട്ടും കറേജസ് ആയിട്ടും പെണ്ണുങ്ങളെ റെസ്ക്യൂ ചെയ്യാൻ വരുന്നു. ഫീമെയിൽസ് വെയിറ്റ് ചെയ്യുന്നു, സഫർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. റിച്ച് ആൻഡ് പുവർ ഡിവിഷൻ നമുക്ക് ഇതിനകത്ത് വിസിബിൾ ആണ്. പെസൻസ് എങ്ങനെ ആ ഒരു ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ഫെയറി ടെയിൽസിനകത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാജിക്, അല്ലാതെ പേഴ്സണൽ മെറിറ്റ് കൊണ്ടല്ല. പിന്നെ വരുന്നത് ഹാപ്പി എൻഡിങ് ആണ്. ഈ ഹാപ്പി എൻഡിങ് മാരേജിൽ തീരുമ്പോൾ സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ എൻഡ് ചെയ്യുന്നത്. ഈ ഒരു ഹാപ്പി എൻഡിങ് തന്നെ എന്തിനാണ് മാരേജിൽ എൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സൊസൈറ്റിയിലൊരു കാര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഫെയറി ടെയിൽസിനകത്ത് നമുക്ക് നമ്മളെ കണ്ടീഷൻ ചെയ്തെടുക്കുന്ന ടൂൾസ് നമുക്ക് വിസിബിളാണ്. ഈ മേളി പറഞ്ഞ കാര്യങ്ങളാണ് ഈ ടൂൾസ്.
അതിനെ എൻ്റർടൈൻമെൻറ്റിൻ്റെ രൂപത്തിൽ ഡിസ്ഗൈസ് ചെയ്ത് നമ്മളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളത് വായിച്ച് വിടുന്നു. ഇതിനകത്തുള്ള ഡേഞ്ചേഴ്സിനെ കുറിച്ചും ഇത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്ന് നമ്മൾ വായിക്കുന്നുണ്ടോ, നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. പിന്നെ മൊറാലിറ്റിയെക്കുറിച്ചുള്ള കൺസ്ട്രക്ഷൻ, അതായത് നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവസാനം കല്യാണം കഴിച്ച് നല്ലൊരാളുടെ കല്യാണം കഴിച്ചൊക്കെ പോവാം, രക്ഷപ്പെടാം, ഇതാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ പണിഷ് ചെയ്ത് ഡിസൊബീഡിയൻസിന് പണിഷ്മെൻറ്റ് കിട്ടി കല്ലായിട്ട് മാറാം, അല്ലെങ്കിൽ മരിച്ചു പോവാം, ഇതാണ് ഇതിനകത്ത് പറയുന്നത് അല്ലേ. മൊറാലിറ്റിക്ക് റിവാർഡ് എന്ന് പറയുന്നത് മാരേജും, പണിഷ്മെൻറ്റിന് റിവാർഡ് ഡിസൊബീഡിയൻസിനുള്ള റിവാർഡ് പണിഷ്മെൻറ്റുമാണ്. ഇതാണ് കുട്ടികൾ ഇൻറ്റേർണലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഗുഡ്നസ് എന്ന് വെച്ചാൽ സബ്മിഷൻ ആൻഡ് ഒബീഡിയൻസ് ആണ് എന്നുള്ളത്. ഫാമിലി കൺസ്ട്രക്ഷൻസ് ആണ് അടുത്തത്. എല്ലാ സ്റ്റെപ്പ് മദേഴ്സ് ഈവിളാണ്, ഫാദേഴ്സ് എല്ലാം ആബ്സെൻറ്റുമാണ്. വീണ്ടും പ്രശ്നങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. മെറ്റേണൽ ഫിഗർ ആബ്സെൻ്റ് ആയിരിക്കും. കുട്ടികൾ ഒന്നുകിൽ ഓർഫൻ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റെപ്പ് മദേഴ്സ് കൊള്ളത്തിലായിരിക്കും, അല്ലെങ്കിൽ അച്ഛന്മാർക്ക് യാതൊരുവിധ വോയിസും ഇല്ലായിരിക്കും. ഇതിൻ്റെ കൾച്ചറൽ വേരിയേഷൻസ് ഒരുപാട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഫെയറി ടെയിൽസ് സൊസൈറ്റിക്ക് അനുസരിച്ച് ഇവോൾവ് ആയി വരുന്നുണ്ട്. പക്ഷേ എന്നാൽ ഈ ഗുഡ് ക്യാരക്ടർ, ഈവിൾ ക്യാരക്ടർ, റിച്ച്, പുവർ, മെയില്, ഫീമെയില്, ഈ വക ഡിവിഷൻസ് ഇപ്പോഴും ഇൻടാക്റ്റ് ആയിട്ട് പഴയ പോലെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. മോഡേൺ റീടെല്ലിങ്സ് ഒക്കെ ഉണ്ട് ഫെയറി ടെയിലിൽ. പക്ഷേ എന്നാലും പഴയ കാര്യങ്ങൾ പുതിയ രൂപത്തിലങ്ങ് ആക്കി കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടികളുടെ ഫാൻറ്റസി ടെക്സ്റ്റായിട്ട് നമ്മളിതിനെ കാണരുത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഐഡിയോളജിക്കൽ ടെക്സ്റ്റുകളാണ് ഇതെല്ലാം. നമ്മുടെ മൈൻഡിലോട്ട് ഓരോ ഐഡിയോളജീസ് ഇങ്ങനെ കുത്തിക്കയറ്റി തരുന്ന ടെക്സ്റ്റുകളാണ് ഇതെല്ലാം. അത് എഡ്യൂക്കേഷൻ്റെ രൂപത്തിലും അഡ്വർടൈസിങ്ങിൻ്റെ രൂപത്തിലും എല്ലാം ഇതിങ്ങനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി ഫെയറി ടെയിൽസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് റെപ്പറ്റീഷനിലൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു റിപ്പീറ്റഡ് പാറ്റേൺ ഉണ്ട് ഇവർക്ക്. അതായത് അവർക്ക് കുറച്ച് സ്ട്രക്ചറുണ്ട്, അവർക്കൊരു സ്റ്റോറി ലൈനും ക്യാരക്ടേഴ്സും എല്ലാം റിപ്പീറ്റഡ് ആണ്. ഈ ഒരു റീഇറ്ററേഷൻ എന്ന് വെച്ചാൽ റെപ്പറ്റീഷൻ, അത് നോർമലൈസ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്. മിക്കവാറും ഉള്ള എല്ലാ ഫെയറി ടെയിൽസും ഒരുപോലെയാണ്. നമ്മളതൊന്നും പക്ഷേ അതൊന്നും ഒരിക്കലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നമ്മളതൊന്നും മനസ്സിലാക്കുന്നതൊന്നുമില്ല. ഈ ഒരു റീഇറ്ററേഷൻ അല്ലെങ്കിൽ റെപ്പറ്റീഷനാണ് നമ്മൾ നോർമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് വിർച്യുവിന് എപ്പോഴും ഒരു റിവാർഡ് കിട്ടും, ഈവിളിനെ പണിഷ് ചെയ്യും. അതൊരു മോറൽ കോഡാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഒരു ഫെയറി ടെയിൽസിനകത്തുനിന്ന്. ജെൻഡറിൻ്റെ കാര്യം നമ്മൾ നോർമലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് വെച്ചാൽ ആണുങ്ങൾ ബ്രേവ് ആൻഡ് കറേജസ് ആണ്, അവർ വന്ന് റെസ്ക്യൂ ചെയ്യും, പെണ്ണുങ്ങൾ വെയിറ്റ് ചെയ്യണം, അതുവരെ സഫർ ചെയ്തുകൊണ്ടിരിക്കണം, അവർ പാസീവായിട്ട് നിൽക്കണം. ഈ ഒരു റെപ്പറ്റീഷൻ ഓഫ് ഈ പാറ്റേൺ ഉണ്ടല്ലോ, അത് പിന്നീട് ഓരോ സൊസൈറ്റിയിലും സ്പ്രെഡായി വന്ന് അത് നമ്മളെല്ലാം കണ്ടീഷൻ ചെയ്തെടുത്ത് അവസാനം ഇതൊക്കെ ട്രൂത്ത്സായി മാറി സത്യങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് സത്യമെന്ന് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു റെപ്പറ്റീഷൻ മറ്റൊരു പോസിബിലിറ്റി റേസ് ചെയ്ത് മാറ്റുവാണ്. അതായത് റിബല്യസ് വിമൻ അല്ലെങ്കിൽ കൈൻഡ് വിച്ചസ് നമുക്ക് അൺതിങ്കബിളായിട്ട് മാറിയിരിക്കുന്ന ക്യാരക്ടേഴ്സാണ് അല്ലേ. സ്ത്രീകൾ റിബല്യസ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ വിച്ചസ് കൈൻഡായിട്ട് മാറും. നല്ല വിച്ചെന്ന് നമുക്ക് ഒരിക്കലും മൈൻഡ് വരത്തില്ല. വിച്ചാണെങ്കിൽ നമ്മുടെ മൈൻഡിൽ അപ്പോഴേ പേടി അല്ലെങ്കിൽ ഒരു ഈവിൾ ആണെന്നുള്ളത് വന്ന് കഴിഞ്ഞു മൈൻഡ് സെറ്റിൽ. ഒരിക്കലും ഗുഡ് വിച്ച് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. നല്ലൊരു വിച്ചോ അങ്ങനെ നമ്മൾ ആലോചിക്കില്ല. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു പോസിബിലിറ്റി ഇവിടെ ഇപ്പോൾ വരുന്നില്ല. കുറേ കാര്യങ്ങൾ സത്യമാണെന്ന് നമ്മൾ അതിനെ ഇൻറ്റേർണലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. അതിന് വേറൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മോഡ് ഓഫ് ഇത് വരുന്നുണ്ടെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നുമില്ല, നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നുള്ള ആ ഒരു എൻഡിങ്, അതാണ് ശരിക്കും പറഞ്ഞ സൊസൈറ്റിയിൽ തന്നെ നടക്കുന്നത്. അത് സൊസൈറ്റി തന്നെ വാലിഡേറ്റ് ചെയ്ത കാര്യമാണ്. ഇനി ഈ ഒരു പ്ലോട്ടിൽ നമുക്ക് കുറച്ച് റീടെല്ലിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഐഡിയോളജി സെയിം ആയിട്ടാണ് നമ്മുടെ മുമ്പിൽ പിന്നെയും ഡിസ്നി ആണെന്നുണ്ടെങ്കിലും ഏത് ഇതാണെന്നുണ്ടെങ്കിലും പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ രീതിയിലും റീടെല്ലിംഗ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ ജെൻഡർ, ക്ലാസ്, മൊറാലിറ്റി ഒക്കെ വരുമ്പോൾ പഴയ പോലെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ സിൻഡ്രല്ലയ്ക്ക് എന്താണ് എക്സാമ്പിൾ റിവാർഡ് കിട്ടുന്നത്? മാരേജിലൂടെ അവർ രക്ഷപ്പെട്ട് പോകുന്നു. ബ്യൂട്ടി എന്ന് പറയുന്നതാണ് ഇന്നർ വിർച്യൂ. മറ്റേ സ്നോ വൈറ്റിനകത്തൊക്കെ നമ്മൾ കാണുന്നത്. ഈവൽ വിമൻ ആണെന്നുണ്ടെങ്കിൽ അവർ പവർഫുൾ ആയിരിക്കും. അപ്പോൾ അവരെ നമ്മൾ പേടിക്കണം, അവർ സിൻഫുൾ ആയിരിക്കും. ഇത് തന്നെ പോർട്രയൽസ് റിപ്പീറ്റഡ് ആയിട്ട് വരുവാണ് അല്ലേ. അപ്പോൾ ഈ റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ ഈ ഒരു ഐഡിയോളജിയെ നമ്മളങ്ങ് ഇൻറ്റേർണലൈസ് ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മുടെ മൈൻഡിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കേൾക്കുവാണ് നല്ലവളായ ഒരു ദുർമന്ത്രവാദിനി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ദുർമന്ത്രവാദിനി എന്ന് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. നല്ലവളെന്ന് കേൾക്കുന്നില്ല, നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഇങ്ങനെ ആരെങ്കിലും പറയുമ്പോഴാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, അയ്യോ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കോൺസെപ്റ്റ് ആണല്ലോ ഇപ്പോൾ ഈ പറയുന്നതെന്നുള്ളത്. ഇഫ് സംബഡി ബ്രേക്സ് സംതിങ് ഇൻ എ സൊസൈറ്റി, അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്ന പോലും ഇങ്ങനെ അല്ലായിരുന്നല്ലോ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഹി ഈസ് മൂവിങ് അവേ ഫ്രം ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് സൊസൈറ്റി, സോ ദേ ആർ ഡീവിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ മുദ്ര കുത്തുന്നത് കുറച്ച് ആളുകളെ.
അപ്പോൾ ഈ ഒരു ബിഹേവിയർ, ഫീമെയിൽ ബിഹേവിയർ ആണ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഫെയറി ടെയിൽസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഐഡിയോളജി ആയിട്ട് നമ്മുടെ മൈൻഡിൽ ഇൻവിസിബിൾ ആയിട്ട് കിടക്കുക അൺകോൺഷ്യസ് ആയിട്ട്. അപ്പോൾ ഫെയറി ടെയിൽസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൺഫേമിറ്റിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മളെ പഠിപ്പിച്ച് വെച്ചേക്കുവാണ്. മോഡേൺ ആയിട്ടുള്ള രീതിയിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്ക്രിപ്റ്റിൽ വലിയ മാറ്റങ്ങളൊന്നും വരും, അതായത് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളേ ഉള്ളൂ. പഴയ കാര്യങ്ങളൊക്കെ തന്നെ ഐഡിയോളജിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഫെയറി ടെയിൽ ഫോർമുലാസ് വ്യത്യാസമൊന്നും വരുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഈ വൺസ് അപ്പോൺ എ ടൈം ആണെങ്കിലും ഹാപ്പിലി എവർ ആഫ്റ്റർ ആണെന്നുണ്ടെങ്കിലും ഒരു മോറൽ സർട്ടനിറ്റി അവർ കൊണ്ടുവരുന്നുണ്ട്. അവസാനം ഒരു മോറൽ കോമ്പസ് ആയിട്ടാണ് ഫെയറി ടെയിലിനെ നമ്മൾ യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഇത് വായിച്ചു കൊടുക്കുന്നത്. നല്ല നല്ല കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഗുഡിന് നല്ലത് വരുന്നു, ഈവിളിനെ പണിഷ് ചെയ്യുന്നു എന്നുള്ളതും. ഈ ഒരു മൊറാലിറ്റി എന്നുള്ളൊരു ടൂളാണ് ഇതിനകത്ത് നമ്മൾ വർക്കൗട്ട് ആകുന്നത്. നെക്സ്റ്റ്, ഇതെങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ആക്റ്റായിട്ട് മാറുന്നത് ഫെയറി ടെയിലിനെ? റീഡിങ് ഫെയറി ടെയിൽസ് എന്ന് പറയുന്നത് ഒരു ഇന്നസെൻ്റ് ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നത് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുമ്പോൾ. ഇപ്പോഴാണ് നമ്മളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് നിങ്ങളുടെ മൈൻഡിലായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരാം. അത് അപ്പോഴാണ്, ഈ ക്വസ്റ്റ്യനിങ് വരുമ്പോഴാണ് അതൊരു പൊളിറ്റിക്കൽ ആക്റ്റായിട്ട് മാറുന്നത്. ഇഫ് സംതിങ് ബിക്കംസ് പൊളിറ്റിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താണ്? പൊളിറ്റിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഉടനെ അതല്ല ഉദ്ദേശിക്കേണ്ടത്, പൊളിറ്റിക്കൽ പാർട്ടീസ് അതല്ല. ഇഫ് സംതിങ് ബിക്കംസ് പൊളിറ്റിക്കൽ, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ബിക്കംസ് പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പൺലി ഡിസ്കസ് ചെയ്യുന്നു ആ ഇഷ്യൂവിനെ കുറിച്ച്. അതാണ് പൊളിറ്റിക്കൽ എന്നുള്ളതിൻ്റെ മീനിങ് ചെയ്യുന്നത്. നമ്മളൊരു പുതിയ രീതിയിൽ അതിനെ ഡിസ്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഫെയറി ടെയിൽ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ആക്റ്റായിട്ട് മാറുന്നതെന്ന് വെച്ചാൽ, ഫെയറി ടെയിൽ ഒരിക്കലും ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഫെയറി ടെയിൽ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആയിട്ട് മാറുന്നത്. ഓരോ ഇൻ്റർപ്രിട്ടേഷനെയും, അല്ലെങ്കിൽ എവറി ഇൻ്റർപ്രിട്ടേഷൻ ഒന്നുകിൽ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നു വാല്യൂസിനെ. റീഡിങ് പൊളിറ്റിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരാണ് ഇവിടെ സൈലൻസ്ഡ് ആയത്, ആരുടെ വോയിസ് ആണ് ഇവിടെ കേൾക്കുന്നത്, ആരാണ് ഇവിടെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്, ആരെയാണ് ഇവിടെ തഴയപ്പെട്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൊളിറ്റിക്കലി നമ്മളൊരു കാര്യം ആലോചിക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മൈൻഡിൽ വരേണ്ടത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജെൻഡറിനെ കുറിച്ചും റിച്ച് ആൻഡ് പുവറിനെ കുറിച്ചും മൊറാലിറ്റിയെ കുറിച്ചും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ് ഫെയറി ടെയിൽസിനകത്തുള്ളത്. ഇതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ഒരു കാര്യം പൊളിറ്റിക്കലായിട്ട് മാറുന്നത്. അങ്ങനെയാണ് ഫെയറി ടെയിൽസ് പൊളിറ്റിക്കൽ ടെക്സ്റ്റായിട്ട് മാറുന്നത്. നമ്മൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പവർ റിലേഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ, പവർ റിലേഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരെക്കുറിച്ചുള്ള പവർ റിലേഷൻസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? മൊഡ്യൂൾ 2 ഞാൻ പറഞ്ഞിട്ടുണ്ട്. പവർ റിലേഷൻസ് എന്ന് പറയുമ്പോൾ ഫെയറി ടെയിലിലെ പവർ എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആണുങ്ങൾക്കാണ് ഇവിടെ പവർ കൂടുതൽ, പെണ്ണുങ്ങൾ ഇനാക്റ്റീവായിട്ട് നിൽക്കുന്നു. അഥവാ പെണ്ണുങ്ങൾക്ക് പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈവിൾസ് ആയിരിക്കണം, ഈവിൾ വിച്ചസ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്റ്റെപ്പ് മദേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അവർ അംബീഷ്യസ് ആയിരിക്കണം. അപ്പോൾ ആ പവർ റിലേഷൻസ് നമ്മളിവിടെ പഠിക്കുകയാണ്. അപ്പോൾ ഇത് പൊളിറ്റിക്കലായിട്ട് മാറുന്നു. ഒരു ഫെമിനിസ്റ്റ് റീഡിങ് നമ്മൾ നടത്തുമ്പോൾ അതും ഇവിടെ പൊളിറ്റിക്കലായിട്ട് മാറുവാണ് ഫെയറി ടെയിൽസ്. സ്ത്രീകൾ എങ്ങനെ പാസീവായിട്ട് മാറുന്നു, അംബീഷ്യസ് ആയിട്ടുള്ള സ്ത്രീകൾ എങ്ങനെ വിച്ചസ് ആയിട്ട് മാറുന്നു ഫെയറി ടെയിൽസിൽ. അപ്പോൾ അതവിടെ പൊളിറ്റിക്കലായിട്ട് മാറി. നമ്മൾ കുറച്ച് വേറിട്ട് ചിന്തിച്ചു. ഇനി നമ്മൾ ക്ലാസിനെ കുറിച്ച്, റിച്ച് ആൻഡ് പൂർ ഡിവിഷനെ കുറിച്ച് ഫെയറി ടെയിൽസിൽ പഠിക്കുകയാണെങ്കിൽ, പൂറായിട്ടുള്ള ആളുകൾക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഫെയറി ടെയിൽസിൽ അവർക്ക് മാജിക്കിൻ്റെ ഹെൽപ്പ് വേണം, അല്ലാതെ അവരൊരിക്കലും സക്സസ്ഫുൾ ആവത്തില്ല. അതാണ് നമ്മളിവിടെ മാർക്സിസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. കാറൽ മാർക്സിൻ്റെ റീഡിങ്ങിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ഇക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും അവർക്ക് പേഴ്സണൽ മെറിറ്റിലൂടെ അവർക്ക് ഒരിക്കലും റിച്ച് ആവാൻ പറ്റത്തില്ല ഫെയറി ടെയിൽസിനകത്ത്. ഇപ്പോൾ അലാദീൻ റിച്ച് ആയത് ജിന്നിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ അയാളുടെ പേഴ്സണൽ മെറിറ്റിൻ്റെ അല്ലെങ്കിൽ അയാളുടെ കഴിവുകൊണ്ടൊന്നും അല്ല എന്നൊരു തോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഈ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫേസ് ചെയ്തു അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള പല കാര്യങ്ങളെയും നമ്മൾ പതുക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഫെയറി ടെയിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കണ്ടീഷനിങ്ങിൻ്റെ, സൊസൈറ്റിയുടെ കുറേ ഐഡിയോളജിയുടെ റിസൾട്ടാണ് ഫെയറി ടെയിൽസ്. അപ്പോൾ ഫെയറി ടെയിലിനെ അപ്പോൾ ഫെയറി ടെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സോഷ്യൽ ബിഹേവിയറിനെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്തെടുക്കുകയാണ് നമ്മൾ ഫെയറി ടെയിൽസിലൂടെ സൊസൈറ്റി. ഈ സ്ട്രക്ചറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് നമ്മുടെ ആക്ട് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റീഡറിന് ഈ ഒരു ഐഡിയ, ഇപ്പോൾ നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടി, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു, നിങ്ങൾ ചിലപ്പോൾ അന്തം വിടും. ആ ഒരു അവയർനെസ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇനി നമ്മുടെ മുമ്പിൽ വരുന്ന ടെയിൽസ്, ഫെയറി സ്റ്റോറീസ് ആണെങ്കിൽ, നിങ്ങൾ കാണുന്ന ആനിമേറ്റഡ് സീരീസ് ആണെങ്കിൽ നിങ്ങൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ആ ഒരു മാനിപ്പുലേഷൻ ഉണ്ടല്ലോ, അതങ്ങ് മാറി കിട്ടും. റീഡിങ് പൊളിറ്റിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കേൾക്കാത്ത ആളുകളെക്കുറിച്ച് നമ്മൾ കേൾക്കുക, കാണുക. ഇതുവരെ നമ്മൾ ചോദിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിച്ചസിന് വേണ്ടി സംസാരിക്കുക, സ്റ്റെപ്പ് മദേഴ്സിന് വേണ്ടി സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ.
അതാണ് പൊളിറ്റിക്കൽ റീഡിംഗ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എല്ലാ റീഡിങ്സിലും ഒരു പൊളിറ്റിക്കൽ ടോൺ ഉണ്ടായിരിക്കും. അത് നമ്മൾ തിരിച്ചറിയാത്തതാണ്. പൊളിറ്റിക്കലി നമ്മളൊരു കാര്യം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാസീവ് റീഡർ അല്ല, നമ്മൾ ആക്റ്റീവ് റീഡർ എന്നുള്ളൊരു സ്ഥാനത്തേക്ക് മാറി. പാസീവ് റീഡർ എന്ന് വെച്ചാൽ ഒരു കൊച്ചിന് ഇത് വായിച്ചു കൊടുക്കുന്നു, നമ്മൾ അടച്ചു വെക്കുന്നു. നമ്മളൊരു സിനിമ കാണുന്നു, ഡിസ്നിയുടെ ഒരു ഫിലിം കാണുന്നു, നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ മാറുന്നു, നമ്മൾ കണ്ടു കഴിയുന്നു, ചാനൽ ഓഫ് ചെയ്യുന്നു. അത് പാസിവിറ്റി, നമ്മൾ പാസീവായിട്ടിരിക്കുവാണ്. ആക്റ്റീവ് റീഡർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഓക്കെ, നമ്മളൊരു ആക്റ്റീവ് ക്രിട്ടിക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പൊളിറ്റിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ കൈൻഡ് ഓഫ് റീഡിംഗ് ആണ് ഫെയറി ടെയിൽസിന് വേറെ വേറെ ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഐഡൻറ്റിറ്റീസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുവരെ ഫെയറി ടെയിൽസിലെല്ലാം ഒരൊറ്റ ഐഡൻറ്റിറ്റിയേ ഉള്ളൂ, ആ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ. ഫെയറി ടെയിൽസിനെ പൊളിറ്റിക്കലി ഇങ്ങനെ റീഡ് ചെയ്ത ആളുകളാണ് റൈറ്റേഴ്സാണ് ഏഞ്ചല കാർട്ടർ അല്ലെങ്കിൽ മാർഗരറ്റ് ആറ്റ്വുഡ് എന്ന് പറയുന്ന ആളുകളൊക്കെ. അപ്പോൾ പൊളിറ്റിക്കലി നമ്മൾ ഫെയറി ടെയിൽസിനെ അല്ലെങ്കിൽ പല കാര്യങ്ങളെ നമ്മൾ പൊളിറ്റിക്കലായിട്ട് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററേച്ചറിന് സൊസൈറ്റിയെ ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അത് ഐഡിയ ഓഫ് ഏജൻസി എന്നുള്ള ടോപ്പിക്കാണ്. എല്ലാം ഏകദേശം സെയിം പോലെയാണ് കേട്ടോ. ഏജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എബിലിറ്റി ഓഫ് എ ക്യാരക്ടർ ഓർ എ റീഡർ ടു ആക്ട്, ടു ചൂസ് ആൻഡ് ടു ചേഞ്ച് ദ റിസൾട്ട്. അതാണ് ഏജൻസി. അതായത് നമ്മുടെ ഒരു റീഡർ എന്ന നിലയിൽ, ഒരു ക്യാരക്ടർ എന്ന നിലയിൽ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, നമുക്ക് ഒരു കാര്യത്തിൻ്റെ ഔട്ട്കമ്മിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് ഏജൻസി. ഒരു ടീച്ചർ ഉള്ള നിലയിൽ എൻ്റെ ഏജൻസി എന്താണ്? നിങ്ങളെ പഠിപ്പിക്കുക, നിങ്ങളെ മിടുക്കരാക്കി മാറ്റുക, നിങ്ങൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ സഹായിക്കുക, അതാണ് എൻ്റെ ഏജൻസി എന്ന് പറയുന്നത്. കുട്ടികൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഏജൻസി എന്ന് വെച്ചാൽ നല്ലോണം പഠിക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് മേടിക്കുക, പേരൻസിനെ കാണിച്ചു കൊടുക്കുക റിസൾട്ട്. നിങ്ങൾ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് കൊണ്ടുവരിക, നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആവുക, ആൻഡ് ദാറ്റ് ഇസ് യുവർ ഏജൻസി. അപ്പോൾ ട്രഡീഷണൽ ഫെയറി ടെയിൽസിനകത്ത് ഈ ഒരു ഏജൻസി നമുക്ക് ചില അതായത് ഏജൻസി ഇല്ല, എസ്പെഷ്യലി സ്ത്രീകൾക്കും പൂറായിട്ടുള്ള ക്യാരക്ടേഴ്സിന്. അവർക്ക് അങ്ങോട്ട് ആക്ട് ചെയ്യാനുള്ള, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഏജൻസി ഇല്ല. പ്രിൻസസ് ആണെന്നുണ്ടെങ്കിൽ അവരെ ഒരു പ്രിൻസ് വന്ന് റെസ്ക്യൂ ചെയ്യുന്നത് വരെ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. വിച്ചസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ട്, അംബീഷ്യസ് ആയതുകൊണ്ട് അവരെ അവസാനം പണിഷ് ചെയ്യുന്നു. ഹീറോസ് ആണെന്നുണ്ടെങ്കിൽ അവർ നാച്ചുറലി അവരെയൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ ഏജൻസി ഇല്ലായ്മ ശരിക്കും പറഞ്ഞാൽ ചില ക്യാരക്ടേഴ്സിന്, എസ്പെഷ്യലി സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഈ ഫെയറി ടെയിൽസിലുള്ളതിന് അവരെ അങ്ങ് സബ്മിസീവ് ആക്കി മാറ്റുവാണ്. അതായത് അവരൊരാളുടെ കാൽക്കീഴിൽ അങ്ങ് കിടക്കുവാണ്, എപ്പോഴും പാസീവായിട്ട് അങ്ങ് മാറുവാണ്. ഈ ഒരു ഏജൻസിയിലുള്ള അവെയർനെസ് വെച്ചിട്ട് നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് സ്റ്റോറി കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് എക്സ്പോസ്ഡ് ആവും. നമ്മളിപ്പോൾ ചുമ്മാ ഒരു സ്റ്റോറി വായിച്ചു കൊടുത്ത് നമ്മൾ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെക്കുറിച്ചും ആലോചിക്കുന്നില്ല. നമ്മൾ റീഡിങ് വിത്ത് ഏജൻസി ആണെന്നുണ്ടെങ്കിൽ, റീഡിങ് വിത്ത് ആൻ അവെയർനെസ് ഓഫ് ഏജൻസി, ഏത് കഥാപാത്രങ്ങൾക്കാണ് കൂടുതൽ മുൻതൂക്കം, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് എങ്ങനെ ഏജൻസി ഉണ്ടോ, do they have the power to choose their life, do they have the power to control their life എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആ സ്റ്റോറിയുടെ ഗ്രിപ്പ് കിട്ടുന്നത്. ഈ ഫെയറി ടെയിൽസിനകത്തെല്ലാം ഒന്നെങ്കിൽ ഫെയ്റ്റ് അല്ലെങ്കിൽ മാജിക്കാണ്. ഈ സ്ത്രീകളുടെ ആണെങ്കിലും ഈ ഹീറോ ക്യാരക്ടേഴ്സ്, ഹീറോയിൻ ക്യാരക്ടേഴ്സിനെയൊക്കെ ഡെസ്റ്റിനിയെ കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് ചോയ്സ് ഇല്ലാതാക്കി മാറ്റുന്ന മാജിക്കും ഡെസ്റ്റിനിയാണ് അല്ലേ. മോഡേൺ റീടെല്ലിങ്സ് നമുക്ക് ഈ ഫെയറി ടെയിൽസിൻ്റെ കാണുമ്പോഴെല്ലാം എന്താണ്, ചില സൈലൻസ്ഡ് ക്യാരക്ടേഴ്സിന് ഈ ഒരു ഏജൻസി കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കറിയാം ഏഞ്ചലീന ജോളിയുടെ മാലിഫിഷ്യൻ്റ് എന്നുള്ള മൂവി, മാലിഫിസൻറ്റ്. ആ മൂവിക്കകത്ത് ഒരു വിച്ചിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. അവരെങ്ങനെ ഒരു ദുഷ്ടയായ ഒരു വിച്ചായി മാറുന്നു എന്നുള്ളതാണ് കഥ പറഞ്ഞു പോകുന്നത്. ആ വിച്ചിൻ്റെ സ്റ്റോറിയെ അവരുടെ മോട്ടീവ്സ്, ഇമോഷൻസ് വെച്ചിട്ട് ഒന്നുകൂടെ റീടെൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആർക്ക് ഏജൻസി കൊടുത്തത്? ഇതുവരെ തഴഞ്ഞിട്ടിരുന്ന വിച്ചുകൾക്ക് പുതിയൊരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെ അവർക്കൊരു സ്റ്റോറി അവർക്ക് പറഞ്ഞു കൊടുത്തേക്കുവാണ് ഈ മാലിഫിസൻറ്റ് എന്നുള്ള മൂവിക്കകത്ത്. അപ്പോൾ അവിടെ ഏജൻസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കൊടുക്കുന്നുണ്ട്, റീഡേഴ്സിനും കിട്ടുന്നുണ്ട്. നമ്മൾ അവരെ ഒരു വിച്ചസിനെ ഒരു പുതിയ രൂപത്തിൽ കാണുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ കൊടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റീഡേഴ്സിന് എപ്പോഴാണ് ഏജൻസി കിട്ടുന്നതെന്ന് വെച്ചാൽ, ഈ നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഈ റിപ്പീറ്റഡ് പാറ്റേണിലുള്ള ഫെയറി ടെയിൽസിനെയൊക്കെ നമ്മൾ റിജക്റ്റ് ചെയ്ത് ഓൾട്ടർനേറ്റീവ് മീനിങ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഏജൻസി ഉണ്ട് ആസ് എ റീഡർ. കുട്ടികൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കുട്ടികൾക്കും ആ ഒരു ഏജൻസി കിട്ടുന്നത്. ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിന് എപ്പോഴാണ് ഏജൻസി കിട്ടുന്നത്? ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് അവർ പഠിക്കുമ്പോഴും ആ ഫീമെയിൽ ക്യാരക്ടേഴ്സിൻ്റെ ഏജൻസി കിട്ടുമ്പോഴുമാണ് അവരവിടെ സക്സസ്ഫുള്ളായി മാറുന്നത്. അപ്പോൾ ഏജൻസി എന്ന് വെച്ചാൽ സ്പീക്കിങ്ങോ ആക്ടിങ്ങോ എന്ത് വേണമെങ്കിലും ആവാം. ഈവൻ റെഫ്യൂസിങ് ദി എക്സ്പെക്റ്റേഷൻസിൽ നിന്ന് നമ്മൾ റെഫ്യൂസ് ചെയ്യുന്നു.
ഈ ഒരു ഏജൻസി ഇല്ലായ്മയുടെ ആബ്സെൻസ് ആണ്, അല്ലെങ്കിൽ ഏജൻസി ഇല്ലാത്തതിൻ്റെ ആ ഒരു ഏജൻസി ഇല്ലായ്മയാണ്, അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഏജൻസിയാണ് പേട്രിയാർക്കിയെയും ഈ ഹൈറാർക്കിയും പേട്രിയാർക്കിയെയും സൊസൈറ്റിയൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, അവരെ ഹെൽപ്ഫുൾ ആക്കുന്നത്. അപ്പോൾ ഈ ഏജൻസി റെക്കഗ്നൈസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പഴയ ആ ഒരു കൺട്രോൾ റീക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നമ്മുടെ തന്നെ സ്റ്റോറി നമുക്ക് നറേറ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലാതെ മറ്റുള്ളവരുടെ സ്റ്റോറിയിലല്ല നമ്മൾ ജീവിക്കേണ്ടതെന്നുള്ളതാണ് ഏജൻസി നമ്മളെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഫെയറി ടെയിൽസിൽ ഈ ഒരു ഏജൻസി ഇല്ലെങ്കിൽ അത് ചുമ്മാ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, പഴയ പോലെ തന്നെ മെയിൽ ക്യാരക്ടേഴ്സിന് ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങ് പോകും. ഇപ്പോൾ ഫ്രോസർ ആണെന്നുണ്ടെങ്കിലും അതിനകത്തൊക്കെ എന്താണ് ഷെയർഡ് ഏജൻസി നമുക്ക് കാണാൻ സാധിക്കും. സിസ്റ്ററും ഉണ്ട്, മറ്റേ 2 സിസ്റ്റേഴ്സിൻ്റെ കഥയാണ് ഫ്രോസറിനകത്ത്. അപ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏജൻസിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഈ ഐഡിയോളജിക്കൽ എക്സ്പെക്റ്റേഷൻസ് നമ്മുടെ മൈൻഡിൽ ഇൻവിസിബിളായിട്ട് കിടക്കുന്ന ആവശ്യമില്ലാത്ത ഈ ഐഡിയോളജി കൊണ്ടല്ല സൊസൈറ്റിയുടെ, അതിനെ നമുക്ക് പുതിയൊരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, അതാണ് ഇതിനകത്ത് തിയറി പോർഷൻ വരുന്നത്. അത് തിയറി പോർഷൻ എന്ന് പറയുമ്പോൾ മൊഡ്യൂളിൽ 3 വരുന്ന തിയറി പോർഷൻ എക്സ്പ്ലനേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് എസ്സേ ഈസ് ഓൾസോ ഫ്രം മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3യുടെ ആ എസ്സേയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് എ ഫെയറി ടെയിൽ എവല്യൂഷൻ, ദ വാല്യൂ ആൻഡ് ദ ക്രിട്ടിക്കൽ റീഡിംഗ് ഓഫ് ഫെയറി ടെയിൽസ് ഇൻ ദ കണ്ടംപററി എഡ്യൂക്കേഷണൽ കോണ്ടെക്സ്റ്റ് ബൈ ഡിജാന ബുക്കോവിക്. സോ ഈ ഒരു ആർട്ടിക്കിൾ അതിനകത്ത് നമുക്ക് ഏതാനും പേജസ് മാത്രം പഠിച്ചാൽ മതി. 313 to 321 പേജസ് വരെയുള്ളത് നമുക്ക് അത്രയും പേജസ് പഠിച്ചാൽ മതി ഒരു എസ്ഐക്കകത്തുനിന്ന് അല്ലെങ്കിൽ ആർട്ടിക്കിളിനകത്തുനിന്ന്. ടോട്ടൽ 336 പേജസ് എങ്ങാണ്ടാണ്, 310 തൊട്ട് 336 പേജസ് ആണ്. അതിൽ 313 തൊട്ട് 321 വരെയുള്ള പേജസ് മാത്രം നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഫെയറി ടെയിലിൻ്റെ ഒറിജിൻസ് എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, അതായത് ആഫ്റ്റർ ക്രൈസ്റ്റ്, ആ ഒരു ഏർലി സെഞ്ചുറീസ് ആഫ്റ്റർ ക്രൈസ്റ്റ്, ആ ഒരു ടൈം പീരീഡിലാണ് ഫെയറി ടെയിലിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ റിസർച്ച് കാണിക്കുന്നതെന്ന് വെച്ചാൽ മെനി ഫെയറി ടെയിലിനകത്തുള്ള അല്ലെങ്കിൽ ഫെയറി ടെയിൽസിനകത്തുള്ള സിമ്പിൾസ് അല്ലെങ്കിൽ മോട്ടീവ്സ് എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് പ്രീ ക്രിസ്ത്യൻ റൂട്ട്സ് കാണാം. അതായത് ആ ഒരു ക്രൈസ്റ്റിൻ്റെ ബിഫോർ പീരീഡ് ഉണ്ടല്ലോ, ബിഫോർ ക്രൈസ്റ്റ്, ആ ഒരു ടൈമിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ആൻഡ് ഗ്രീക്ക് ആൻഡ് റോമൻ മിത്തോളജിയിലുള്ള കുറച്ച് എലമെൻസും നമുക്ക് ഫെയറി ടെയിൽസിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എവിഡൻസ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്തിലും അല്ലെങ്കിൽ ഏൻഷ്യൻ സിവിലൈസേഷൻസിലും ഒക്കെ ഇതേപോലത്തുള്ള സിമിലർ സ്റ്റോറീസ് എക്സിസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇറ്റ് പ്രൂവ്സ് ദാറ്റ് ഫെയറി ടെയിൽ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, ഒരു ഫോമായിരുന്നു ഫെയറി ടെയിൽ. അപ്പോൾ അക്കോർഡിംഗ് ടു ടൊഡ്രോവ്, ഈ ഒരു ഫെയറി ടെയിലിൻ്റെ ജോണർ എന്ന് പറയുന്നത് ഒരു മാർവലസ് വേൾഡാണ്. അതാണ് അതിനെ ബാക്കിയുള്ള ഫാൻറ്റസി ജോണേഴ്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഈ ഒരു മാർവലസ്നെസ്, അതാണ് ഇതിൻ്റെ കീ ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് മിത്തുണ്ട്, പിന്നെന്താണ്, പക്ഷെ മിത്തിനെ പോലെയോ അല്ല. ഈ ഫെയറി ടെയിൽസിനകത്ത് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളോ റിച്വൽ എലമെൻസോ ഒന്നുമില്ല. ഇതിനെ ഡീറിച്വലൈസ് ചെയ്തിട്ടുണ്ട്, ഡീസേക്രലൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. റിലീജിയസ് എലമെൻസ് ഒന്നും ഇതിനകത്ത് കാണത്തില്ല ഫെയറി ടെയിൽസിനകത്ത്. അതാണ് ഇതും മിത്തുകളും തമ്മിലുള്ള ഡിഫറൻസ്. സോ അപ്പോൾ ഇതിനകത്ത് വരുന്ന ബാക്കിയുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? മാജിക്കും വണ്ടറും. അതാണ് ഫെയറി ടെയിൽസിനെ കുറച്ചും കൂടി നാച്ചുറൽ ആൻഡ് അക്സെപ്റ്റബിൾ ആക്കി റീഡേഴ്സിൻ്റെ ഇടയിൽ മാറ്റുന്നത്. കാരണം റീഡേഴ്സ് എന്നാലും ഹൗ മാജിക് വർക്ക്സ് എന്നോ ഒന്നും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി സ്റ്റോറീസ് വേൾഡ്. ഫെയറി ടെയിലുള്ള ഈ ഒരു സ്റ്റോറിയുടെ വേൾഡിൽ, ആ ഫെയറി വേൾഡിലെ ഒരു ഭാഗമാണ് മാജിക് എന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബോധം റീഡേഴ്സിനുള്ളത് കൊണ്ട് ദേ വിൽ നോട്ട് ക്വസ്റ്റ്യൻ ഹൗ ദിസ് മാജിക് ട്രിക്ക് വർക്ക്സ് ഇൻ ദ ഫെയറി വേൾഡ്. അതൊരു ഫെയറി വേൾഡാണ്, സോ മാജിക് ഡസ് വർക്ക് ദെയർ എന്നുള്ളൊരു അക്സെപ്റ്റൻസ് റീഡേഴ്സിൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ ടൊഡ്രോവ് പറയുന്ന, ആൻഡ് ഓൾസോ ടൊഡ്രോവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ റീഡറിനറിയാം ഫ്രം ദ സ്റ്റാർട്ട് ഫെയറി ടെയിൽ എന്ന് പറഞ്ഞൊരു ലോക്ക്ഡ് വേൾഡാണ്. ഇറ്റ് ഈസ് സെപ്പറേറ്റ് ഫ്രം റിയൽ ലൈഫ് വേൾഡ് പോലല്ല. അപ്പം ഈ ഫെയറി ടെയിലിന് മിക്കവാറുള്ള സ്റ്റോറീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് എ ഫേമസ് ഫ്രേസ്. അതിൻ്റെ ബിഗിനിങ് സെൻറ്റൻസ് ഇതായിരിക്കും, വൺസ് അപ്പോൺ എ ടൈം. ആൻഡ് അതാണ് ബിഗിനിങ് ഫ്രേസ്. എൻഡ് ചെയ്യുന്നത് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നാണ്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേറ്റ് വേൾഡ് എന്ന് പറയുന്നത് അവരെ ഒരു ഫാൻറ്റസി, വളരെ സേഫ് ആയിട്ടുള്ളൊരു ഫാൻറ്റസി വേൾഡിലോട്ടാണ് അവരെ ഫെയറി ടെയിൽസ് കൊണ്ടുപോകുന്നത്. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് സോ പോപ്പുലർ അമംഗ് ദി ചിൽഡ്രൻ. അഡൾട്ട്സ് പക്ഷേ ഫെയറി ടെയിൽസിനെ പുവറായിട്ടാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. റിയൽ ആൻഡ് ഇമാജിനറി വേൾഡ് തമ്മിലുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് കുട്ടികൾക്കില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, കുട്ടികൾക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഫിയർ ഒക്കെ ഉണ്ടാകും. അപ്പോൾ അഡൾട്ട്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫെയറി ടെയിൽ ചൂസ് ചെയ്യണം എന്നുള്ളതും പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതും കെയർഫുൾ ആയിരിക്കണം എന്ന് അഡൾട്ട്സിൻ്റെ മുകളിൽ ഒരു റെസ്പോൺസിബിലിറ്റിയാണത്.
അപ്പോൾ ത്രൂ ഔട്ട് ഹിസ്റ്ററി ഫാരി ടെയിൽസിന് ഒരുപാട് പോപ്പുലാരിറ്റിയും റിജക്ഷനും കിട്ടിയിട്ടുണ്ട്. 17th സെഞ്ച്വറിയിലാണെന്ന് തോന്നുന്നു ഫാരി ടെയിൽസിനെ ബാൻ ചെയ്തിരുന്നു. ലേറ്റർ അവരെ കുറച്ച് ഇമാജിനേറ്റീവ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഈസ്തറ്റിക് ലിറ്ററേച്ചർ എന്നുള്ള രീതിയിൽ റിവൈവ് ചെയ്തെടുത്തു, അതിനൊരു റിഫ്രഷ് കൊടുത്തു. അപ്പോൾ പ്രീ റൊമാൻറ്റിസിസം അല്ലെങ്കിൽ റൊമാൻറ്റിക് ഏജിലൊക്കെ വളരെ പോപ്പുലറായിട്ട് മാറി ഫാരി ടെയിൽസ്. ആൻഡ് അപ്പർ ക്ലാസ് പീപ്പിളിനൊക്കെ കുറച്ചും കൂടി അപ്പീലിംഗ് ആയിട്ട് തോന്നി. പക്ഷേ അതിനൊരു ലിറ്റററി വാല്യൂ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞ് മോഡേൺ ടൈമിലും ഫാരി ടെയിൽസിനെ ഡിസ്മിസ് ചെയ്യുന്നവരുണ്ട്. ദെൻ 20th സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് സയൻറ്റിഫിക് റാഷണാലിറ്റിക്കും ഒക്കെയാണ്. അപ്പോൾ ആളുകൾ ഫാരി ടെയിൽസിൽ ലെസ് ഇൻട്രസ്റ്റഡ് ആയിട്ട് മാറി. കാരണം മാജിക്കൽ വേൾഡ് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെയുള്ളൊരു റിയലൈസേഷൻ അവരുടെ മൈൻഡിൽ വന്നു. ആൻഡ് ഓൾസോ അതിനെ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്ന ഒരു ടൈമായിരുന്നു 20th സെഞ്ച്വറി എന്ന് പറയുന്നത്. ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻ്റ് ഒക്കെ വന്നു. സോ എവറിത്തിങ് ആൻഡ് എവറി വൺ വിൽ ബി ക്വസ്റ്റ്യൻഡ് ബൈ ദ പീപ്പിൾ. അതുകൊണ്ട് ആളുകൾക്ക് ലെസ് ഇൻട്രസ്റ്റ് ആയി ഫാരി ടെയിൽസിൽ. അപ്പോൾ ഈ ഒരു റാഷണൽ ഇറ 20th സെഞ്ച്വറിയെ നമ്മൾ വിളിക്കുന്ന റാഷണൽ ഇറ എന്നാണ്. അത് ഇൻ്റലക്ച്വൽ തിങ്കിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫാരി ടെയിൽസിന് എഡ്യൂക്കേഷൻ അൺഫിറ്റ് ആണെന്ന് അവർ പറഞ്ഞു. ബിക്കോസ് അതിനൊരു ഇമാജിനേറ്റീവ് നേച്ചറാണുള്ളത് ഫാരി ടെയിൽസിന്. പക്ഷെ ബാക്കിയുള്ള അതിന് മുമ്പേ ഉള്ള കൾച്ചറൽ പീരീഡ്സിലൊക്കെ ഫാരി ടെയിൽസിനെ കുറച്ച് ഡീപ്പായിട്ട് നോക്കുന്നുണ്ട്, അതിനെ വാല്യുബിൾ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തിരുന്നത്. അങ്ങനെ സ്കോളേഴ്സ് എന്ത് ചെയ്തു, ഫാരി ടെയിലിനെ വേരിയസ് പെർസ്പെക്റ്റീവ്സിൽ നോക്കാൻ തുടങ്ങി. അതായത് വേരിയസ് തിയറീസ് അപ്ലൈ ചെയ്ത് ഫാരി ടെയിൽസിനെ നോക്കാൻ തുടങ്ങി. നമ്മൾ ഇതിനോടകം സൈക്കോ അനാലിസിസും ഒക്കെ നമ്മൾ നോക്കി, ഫെമിനിസം ഒക്കെ വരുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് മാർക്സിസ്റ്റ് ഐഡിയാസ്, ആ റിച്ച് പുവർ ഡിവിഷനൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഫെമിനിസ്റ്റ്, ജെൻഡർ റിലേറ്റഡ് നോക്കി, മാർക്സിസ്റ്റിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കി. അപ്പോൾ ഫാരി ടെയിൽസിന് നമുക്ക് ഒരുപാട് ലെൻസിലൂടെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അക്കാഡമിക് സ്റ്റഡി ഓഫ് ഫാരി ടെയിൽസ് തുടങ്ങിയത് ലേറ്റ് 18th and 19th സെഞ്ച്വറിയിലാണ്. അങ്ങനെ ആ സമയത്താണ് ഒരുപാട് മേജർ ഫോക്ക് ടെയിൽ കളക്ഷൻസും ഒക്കെ വന്നത്. അങ്ങനെയാണ് ഫാരി ടെയിലൊക്കെ വരാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു റൈസ് ആയിരുന്നു ആ ഒരു പീരീഡിൽ. ഇനിഷ്യലി റിസർച്ച് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാരി ടെയിൽസിൻ്റെ ഒറിജിൻ എന്താണ് അതിനെയൊക്കെ നോക്കിയാണ്. അപ്പോഴാണ് വ്ളാഡിമിർ പ്രോപ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ അപ്രോച്ചുമായിട്ട് വന്നത്. മോർഫോളജി ഓഫ് ദ ഫോക്ക് ടെയിലിനകത്ത് ഫോക്ക് ടെയിൽസ് അല്ലെങ്കിൽ ഫാരി ടെയിൽസിൻ്റെ കണ്ടന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അതിൻ്റെ നറേറ്റീവ് സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അദ്ദേഹം വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്, അതിൻ്റെ പ്ലോട്ട് ലൈൻ എല്ലാം എപ്പോഴും സെയിം ആണ് അല്ലേ. പിന്നെന്താണ്, ക്യാരക്ടറിലും ആ ഒരു പ്ലോട്ട് ലൈൻ സെയിം ആയിരിക്കും, അതിൻ്റെ ഒരു സ്ട്രക്ചർ സെയിം ആയിരിക്കും. പക്ഷേ അതിനകത്ത് വരുന്ന നറേറ്റീവ് സ്ട്രക്ചറിന് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേരിയേഷൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ക്യാരക്ടേഴ്സിൻ്റെ ആക്ഷൻസ് സ്റ്റേബിൾ ആണ്. അങ്ങനെ 31 കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തു അല്ലേ. 6 ആ ഒരു ക്യാരക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തു, അതൊക്കെ അദ്ദേഹം ചെയ്തു. അപ്പോൾ പ്രോപ്പ് ഡിസ്കവർ ചെയ്ത് എന്താണ്, റഷ്യൻ ഫോക്ക് ടെയിൽസ്, അതായത് ഹി ഡിസ്കവർഡ് ദാറ്റ് റഷ്യൻ ഫോക്ക് ടെയിൽസ് ഫ്രം അഫാനസേവ്സ് കളക്ഷൻ, അതിനകത്ത് റിപ്പറ്റേറ്റീവ് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ സിമിലർ സ്റ്റോറി പാറ്റേൺ ആണ് എല്ലാ കൾച്ചറിലും എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. അതായത് റഷ്യൻ ഫോക്ക് ടെയിൽ പഠിച്ചു നോക്കിയപ്പോൾ. അപ്പോൾ അദ്ദേഹം അനലൈസ് ചെയ്ത് അനാലിസിസിൽ കണ്ടുപിടിച്ചത് 31 ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ. ഈച്ച് ഫംഗ്ഷന് ഓരോ സിമ്പിൾ അല്ലെങ്കിൽ ഓരോ ലെറ്റർ ഉണ്ട്, ഓരോ റെഫറൻസിന് വേണ്ടി അദ്ദേഹം കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സബ് ടൈപ്സും വേരിയേഷൻസും ഒക്കെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തു ആ വർക്കിനകത്ത്. 7 കീ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 6 കീ ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 6 സ്റ്റേജസ് ഉണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു അല്ലേ. അപ്പം മെയിൻ ഹീറോ എന്ന് പറയുന്ന ഒന്നുകിൽ ജേണിക്ക്, അതായത് വിക്ടിം ആവാം, അല്ലെങ്കിൽ അയാളൊരു ഹീറോ ആയി മാറാം, സീക്കർ ആവാം. അപ്പോൾ ടെയിൽ ഫോളോ ചെയ്യുന്ന ഇവരെയാണ് ഈ ഒരു സ്റ്റോറി. ഫർദർ റിസർച്ചിലൂടെ കൺഫേം ചെയ്തതെന്ന് വെച്ചാൽ വ്ളാഡിമിർ പ്രോപ്പിൻ്റെ മോർഫോളജി എന്ന് പറയുന്നത് റഷ്യൻ ടെയിൽസിൽ മാത്രമല്ല എല്ലാ കൾച്ചറിലുള്ള ഫോക്ക് ടെയിൽസിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഫോക്ക് ടെയിൽസിനെല്ലാം അനലൈസ് ചെയ്യാൻ പോയത്. ഫോക്ക് ടെയിൽസ് മാത്രമല്ല, ഫാരി ടെയിൽസും ഫാൻറ്റസി നറേറ്റീവ്സും മോഡേൺ ഫാൻറ്റസി നോവൽസും സീരീസും എല്ലാം ഈ ഒരു മെത്തേഡ് വെച്ചിട്ട്, വ്ളാഡിമിർ പ്രോപ്പിൻ്റെ മെത്തേഡ് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങി ക്രിട്ടിക്സ്. ഡീവിയേഷൻസ് ഉണ്ടെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിലും, പക്ഷേ എന്താണെന്നാ പറഞ്ഞേ, ഇദ്ദേഹം ഓരോ ഫങ്ഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതിനെല്ലാം സ്റ്റോറിയിൽ അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ടെന്ന് മനസ്സിലായി. സോ ഒരുപാട് ക്രിട്ടിക്കൽ തിയറീസ് വന്നു, മാർക്സിസ്റ്റ്, ഫെമിനിസ്റ്റ്, സൈക്കോ അനാലിസിസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തെങ്കിലും. അപ്പോൾ ഈ ഒരു തിയറീസിൻ്റെ ലെൻസിലൂടെ ഫാരി ടെയിൽസിന് ഒരുപാട് മൾട്ടിപ്പിൾ മീനിങ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഫാരി ടെയിൽസ് മിക്കവാറും ഉള്ളത് ഫാരി ടെയിൽസിനെ റിജക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെല്ലാം ഐഡിയോളജി ബേസ് ചെയ്തിട്ടാണ്. ഐഡിയോളജി എന്താണെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. അതായത് സ്ത്രീകളും ആണും പെണ്ണും ഹീറോയിനും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ ഒരു പാസീവാണ്, ഹീറോ ഒരു ആക്റ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ മോറൽ അല്ലെങ്കിൽ സോഷ്യൽ വാല്യൂസിനെ കുറിച്ചൊന്നും ആരും നോക്കുന്നില്ല. ദെൻ
പ്രോപ്പിൻ്റെ ഫ്രെയിംവർക്കിലൂടെയാണ് നമുക്കൊരു ക്രിട്ടിക്കൽ ഡിബേറ്റിൽ നമ്മൾ എത്തിച്ചേർന്നത്. അതായത് മാരേജ് എന്ന് പറയുന്നത് മാത്രമല്ല ഹാപ്പിനെസ്സിലോ, അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്നതാണ് എല്ലാ ഫെയറി ടേൽസും എൻഡ് ചെയ്യുന്ന മാരേജിലാണ്. അപ്പോൾ മാരേജിലൂടെ മാത്രമല്ല, അല്ലെങ്കിൽ മാരേജ് ഇസ് നോട്ട് ദി സ്റ്റാർട്ട് ഓഫ് ഹാപ്പിനെസ്, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ മാരേജ് അല്ല എന്നൊക്കെ നമ്മൾ പഠിച്ചു. പ്രിൻസസിൻ്റെ റോൾ എപ്പോഴും പാസീവ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. ആൻഡ് ഇപ്പോൾ ഈ ഫോക്ലോർ എക്സ്പേർട്സും ആന്ത്രപ്പോളജിസ്റ്റും കൂടി ഫെയറി ടേൽസിനെ ഏൻഷ്യൻ കൾച്ചർ, കസ്റ്റംസ്, റിച്വൽസ് ഇതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അതായത് സൊസൈറ്റിയിൽ എന്തൊക്കെയാണോ കാണുന്നത് സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ പോലെയാണ് ഇവർ കൺസിഡർ ചെയ്തത്. ചില ട്രഡീഷൻസിൽ ഫെയറി ടേൽസ് എന്താ പറയുക, ബോത്ത് മെൻ ആൻഡ് വിമനിൽ ആ ഒരു അഡൽട്ട്ഹുഡിൻ്റെ ട്രാൻസിഷനെയും സിംബലൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ജെൻഡർ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെയറി ടേൽസ് ഒരു ജെൻഡർ ബയാസ് അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പേട്രിയാർക്കൽ വേൾഡ് വ്യൂ ആണ് കാണിക്കുന്നത്. എപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ പ്രിൻസസ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് പാസീവ് ക്യാരക്ടേഴ്സ് ആയിട്ടും അവർ ആക്റ്റീവ് അല്ല. മറ്റേ ആണുങ്ങളുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും പ്രിൻസിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കിങ്ങിൻ്റെ ക്യാരക്ടർ എപ്പോഴും ആക്റ്റീവായിട്ടുള്ള റോളാണ് കിട്ടുന്നത്. അപ്പോൾ ഫെയറി ടേൽസ് ഒരു പേട്രിയാർക്കൽ സോഷ്യൽ ഓർഡറിനെയാണ് കാണിക്കുന്നത്. മെൻ ഡോമിനൻ്റ് ആയിട്ടും വിമൻ സബ്മിസീവ് ആയിട്ടും കാണിക്കുന്നു. അതൊരു നെഗറ്റീവ് ട്രെയ്റ്റ് ആണ്. ഗേൾസിനെ വളരെ ഫ്രജൈലായിട്ടും ഷൈ ആയിട്ടും കാണിക്കുന്നു. ബോയ്സിനെ കുറച്ചുകൂടെ അഗ്രസീവായിട്ടും ഇൻസെൻസിറ്റീവായിട്ടും ഡോമിനൻ്റ് ആയിട്ടും കാണിച്ചിരിക്കുന്നു. പിന്നെ മെനി ക്രിട്ടിക്സ് ഈ ഫെയറി ടേൽസ് ആസ് പ്രൊമോട്ടിംഗ് കൺസർവേറ്റീവ് ആൻഡ് ഔട്ട്ഡേറ്റഡ് വാല്യൂസ്. ജെൻഡർ എടുത്ത് നോക്കിയാലും റിച്ച് പുവർ ആ ഒരു കാര്യം എടുത്ത് നോക്കിയാലും റേസിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും കുറച്ച് ഔട്ട്ഡേറ്റഡ് വാല്യൂസാണ് ഫെയറി ടേൽസ് പ്രൊമോട്ട് ചെയ്യുന്നത് മനസ്സിലായി. അതായത് വിമനെ പാസീവായിട്ട് കാണുന്നു, മെയിൽ ഹീറോസിനെ ഫുൾ ക്യാരക്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഹീറോയുടെ റിവാർഡ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ബ്രൈഡാണ്. അത് യൂഷ്വലി ഒരു പ്രിൻസസ് അല്ലെങ്കിൽ ക്യൂനാണ്. നെഗറ്റീവ് പോർട്രയൽസ് ഓഫ് വിമൻ, അതായത് ഫീമെയിൽ റൈവൽസിനെ കാണിക്കുന്നു. സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഓൾവേസ് ക്രൂവലാണ്, സ്റ്റെപ്പ് മദർ ഓൾവേസ് ക്രൂവലാണ്, വിച്ച് എന്ന് പറയുന്നത് ഓൾവേസ് ക്രൂവലാണ്, അത്രയും കാര്യങ്ങൾ. അംബീഷ്യസ് ആയിട്ടുള്ള സ്ത്രീകളെ ഈവിളായിട്ട് കാണുന്നു, അതൊക്കെ. അപ്പോൾ ഈ ഒരു ഫെമിനൈൻ ബ്യൂട്ടിയുടെ അതുപോലെ തന്നെ അടുത്തതെന്ന് വെച്ചാൽ എന്താ, ബ്യൂട്ടിയെ ഫിസിക്കൽ ബ്യൂട്ടി ഓഫ് വിമനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഫെയറി ടെയിലിൽ. അതൊരു ഹാംഫുൾ ഇൻഫ്ലുവൻസ് ആണ്. വിമൻ്റെ സെൽഫ് ഇമേജിന് തന്നെ ഒരു ഹാംഫുൾ ഇൻഫ്ലുവൻസ് ആണ്. ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് ആർഗ്യൂ ചെയ്യുന്ന വെച്ചാൽ സച്ച് സ്റ്റോറീസ് എന്ന് പറയുന്നത് ഓൾഡ് സോഷ്യൽ ഓർഡറിനെ, ആ ഒരു ഓൾഡ് സൊസൈറ്റൽ വ്യൂവിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സ്ത്രീകളുടെ ഫ്രീഡത്തിനെ അത് ലിമിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു ട്രഡീഷണൽ മോഡൽ ഓഫ് ഫാമിലി ആൻഡ് സൊസൈറ്റിയാണ് ഇത് റീഇൻഫോഴ്സ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ഫെയറി ടെയിൽ ഈ ഒരു സ്റ്റോറീസ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലാതെ ഒരു മാറ്റവും വരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ മെനി ഫെയറി ടെയിൽസ് അതുപോലെ തന്നെ കൺസർവേറ്റീവ് പാറ്റേൺ ഉണ്ട്. സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിനെ സപ്പോർട്ട് ചെയ്യുകയും റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഫെയറി ടെയിൽസ് ആണെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്യുന്നു, ആർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്തുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് ആണെങ്കിൽ അത് ഡേഞ്ചറസ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്കും യങ് റീഡേഴ്സിന് ഇത് വായിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ക്രിട്ടിക്കലി നമ്മൾ ഇതിനെ ഒന്ന് നോക്കിയിട്ട് വേണം ഓരോ ടെയിൽസും വായിച്ച് നോക്കാനാണെന്നാണ് അഡൾട്ട്സിൻ്റെ അടുത്ത് പറയുന്നത്. ക്രിട്ടിക്കൽ റീഡിങ്ങിലൂടെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് വാല്യൂസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചു, പൊളിറ്റിക്കലി നമ്മൾ ഈ ഒരു ഫെയറി ടെയിലിനെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് പല ക്വസ്റ്റ്യൻസും നമ്മുടെ മൈൻഡിൽ അറൈസ് ആവും. ഫെയറി ടെയിൽസ് എന്ന് പറയുന്നത് എന്താണ്, പേട്രിയാർക്കിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ലല്ലോ ഫെയറി ടെയിൽസ് ഇറക്കിയത്. അതിന് വേറെ ഉദ്ദേശങ്ങളുണ്ട് അല്ലേ. അതായത് റോങ് ആയിട്ടുള്ള ഐഡിയാസ് ഇൻകൾക്കേറ്റ് ചെയ്യാനല്ല ഫെയറി ടെയിൽസ് ഇറക്കിയത്. ആൻഡ് അപ്പോൾ ഒരു സോഷ്യൽ എക്സ്പീരിയൻസ് ആണ്, സൊസൈറ്റിയിൽ നമ്മൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതാണ് ഇൻഡിവിജ്വലിൻ്റെ മെൻ്റൽ ഡെവലപ്മെൻറ്റിനെ ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫെയറി ടെയിൽസ് ശരിക്കും പറഞ്ഞാൽ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ അവർക്ക് വായിച്ചു കൊടുക്കുന്നു, അവർ ആ ഒരു കഥകൾ മനസ്സിലാക്കുന്നു, ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കുന്നു, സ്റ്റോറി മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് അവിടെ ഉണ്ടാവേണ്ടത് ഗൈഡൻസിൻ്റെ ഒരു സഹായത്തോടു കൂടി മാത്രമേ പറ്റത്തുള്ളൂ, അങ്ങനെ ആകാവൂ. മാരേജ്, ട്രാൻസ്ഫോർമേഷൻ ഇതൊക്കെ വരുമ്പോൾ യങ് ചിൽഡ്രന് മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഇമാജിനേഷനോടൊപ്പം തന്നെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള മെൻ്റൽ ആയിട്ടുള്ള മെച്യൂരിറ്റി നമ്മൾ കൊടുക്കണം. ഇൻ്റലക്ച്വൽ മെച്യൂരിറ്റി അവർക്ക് ഉണ്ടാകണം. അല്ലാതെ അവർ ബാക്കിലോട്ടല്ല പോകേണ്ടത്. അപ്പോൾ സ്ത്രീകൾ സബ്മിസീവ് ആണെന്ന് പിന്നെ അവർ പഠിച്ചു പോകരുത്. അതിനെ വേറെ ലെൻസിലൂടെ പറഞ്ഞു കൊടുക്കുകയും കൂടി അഡൾട്ട്സ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫെയറി ടെയിൽ എന്ന് പറയുന്നത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. അതിൻ്റെ ഫംഗ്ഷൻ അതാണ്. ലേണിംഗ് ഒക്കെ ചെയ്യണം, പക്ഷേ വിത്ത് ഗൈഡൻസോട് കൂടി. അപ്പോൾ നോട്ട് എല്ലാ ഫെയറി ടെയിൽസും ഫീമെയിൽ റോളിനെ ഇൻഫീരിയർ ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ദ ലിറ്റിൽ മെർമെയ്ഡ് എന്നും പറഞ്ഞ് ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൻ്റെ ഒരു വർക്ക് ഉണ്ട്. അതിനകത്ത് സ്ട്രോങ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഹീറോയിനെ കാണിച്ചേക്കുന്നത്. മാരേജിൻ്റെ പുറകെ അല്ല പോകുന്നത്, ഒരു ഇമ്മോർട്ടൽ സോളിൻ്റെ പുറകെയാണ് അതിനകത്ത് ഹീറോയിൻ പോകുന്നത്. അവരൊരു സ്പിരിച്വൽ ജേർണിയിലാണ് പോകുന്നത്, അതായത് സീയിൽ നിന്ന് സ്കൈയിലോട്ടാണ് പോകുന്നത്. ആ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. സിമിലർലി ആൻഡേഴ്സന്റെ തന്നെ വർക്കായിട്ടുള്ള ദ സ്നോ ക്യൂൻ അതും ജെൻഡർ റോളിനെ റിവേഴ്സ് ചെയ്യുന്നുണ്ട്.
അതിനകത്ത് പറയുന്ന സ്റ്റോറി എന്ന് വെച്ചാൽ ഗർഡ എന്ന് പറയുന്ന ഒരു ബ്രേവ് ഗേള് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹീറോയിക് ജേർണിയിലോട്ട് പുറപ്പെടുവാണ്, ഒരു അഡ്വഞ്ചറസ് ജേർണിയിലോട്ട് പോവുകയാണ്. അതിനകത്ത് കെ എന്ന് പറഞ്ഞൊരു ബോയ് ഉണ്ട്, KAY. ആ ബോയ് ആണ് അതിനകത്ത് വീക്കും പാസീവും ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ജെൻഡർ റോള് റിവേഴ്സ് ആവുന്നു. സാധാരണ ഫെയറി ടെയിൽസിനകത്ത് വി മൈറ്റ് ഫൈൻഡ് ദാറ്റ് എന്താണ്, ഹീറോയിൻസ് പാസീവും മെയിൽ ക്യാരക്ടേഴ്സ് ആർ ആക്റ്റീവ്. ബട്ട് ഇൻ ദിസ് ഫെയറി ടെയിൽ ദ സ്നോ ക്യൂൻ, ആൻഡേഴ്സൺ പ്രസന്റ് ചെയ്യുന്നത് ഹി റിവേഴ്സ്ഡ് ദ ജെൻഡർ റൂൾസ്. അതായത് ദ ഗേൾ ഈസ് ആക്റ്റീവ് ഹിയർ ആൻഡ് ദ ബോയ് ഈസ് പാസീവ് ഹിയർ. ആൻഡ് നെക്സ്റ്റ് പാരഗ്രാഫിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൾച്ചറിലും ഈ ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. എംപവേർഡ് ആയിട്ടുള്ള ഫീമെയിൽ ഫിഗേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇൻ ദി അറേബ്യൻ നൈറ്റ്സ്, അതായത് അതിനകത്ത് സ്റ്റോറീസ് ഓഫ് 1001 നൈറ്റ്സ്, അതിനകത്ത് ഷഹർസാദ് എന്നുള്ള ആ ഒരു ക്യാരക്ടർ, ഫീമെയിൽ ക്യാരക്ടർ, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടാണ് ആ രാജാവിൻ്റെ അടുത്ത് ഈ 1001 കഥകൾ പറഞ്ഞു പോകുന്നത്. അതായത് അവളുടെ ആ ഒരു മരണം ഡിലേ ചെയ്യാൻ വേണ്ടി ആ കറേജും നറേറ്റീവ് സ്കില്ലുമാണ് അതിനകത്ത് കാണിക്കുന്നത്. സ്റ്റോറി ടെല്ലിങ് വെച്ച് അവരുടെ ലൈഫും ബാക്കിയുള്ളവരുടെ ലൈഫും കിങ്ങിൻ്റെ ലൈഫിനെ റിഫോം കൂടിയാണ് ചെയ്യുന്നത്. അത് അവരുടെ ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഓരോ സസ്പെൻസ്ഫുൾ പോയിന്റിലും ഓരോ രാത്രിയിലും, അതായത് രാവിലെ ആവുമ്പോഴത്തേക്കും ഇവരോരോ സസ്പെൻസെ കൊണ്ട് സ്റ്റോറി നിർത്തും. അപ്പോൾ രാജാവ് പറയും, അടുത്ത ദിവസം രാത്രിയിൽ രാജാവ് പറയും എന്താണ് അത് ബാക്കി കണ്ടിന്യൂഷൻ പറയും. അങ്ങനെയാണ് ഈ സ്റ്റോറി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഷഹർസാദ് എന്നുള്ള ഈ ഒരു ക്യാരക്ടർ അവളുടെ ലൈഫ് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ക്യാരക്ടർ പാസീവ് അല്ല, ആക്റ്റീവ് ആയിട്ടൊരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീമെയിൽ ക്യാരക്ടറാണ്, വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു ഫീമെയിൽ ക്യാരക്ടറാണ്. ആൻഡ് സ്കോളേഴ്സ് ഓൾസോ ഡിബേറ്റ് ദ മൊറാലിറ്റി ഓഫ് ദി ഫെയറി ടെയിൽസ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ആ ഒരു കാര്യത്തിലും സ്കോളേഴ്സ് ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മോറൽ ലെസൺസ് പഠിപ്പിക്കുന്നതാണ് ഫെയറി ടെയിൽസ്. അപ്പോൾ അതിനകത്ത് പക്ഷേ നമ്മൾ കൂടുതലും കാണുന്നതെന്ന് വെച്ചാൽ ഹീറോസിൻ്റെ ചോയ്സസ് ആണ്, അല്ലേ? ഹീറോയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. ക്യാരക്ടേഴ്സ് ഫ്രീക്വൻലി ലൈ ചെയ്യുന്നുണ്ട്, ചീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? ചില ടെയിൽസിനകത്താണെന്നുണ്ടെങ്കിൽ പിന്നെന്താ പറയുക, ഗ്രീഡിനെ കുറിച്ചും പാസിവിറ്റിയെ കുറിച്ചും ഒക്കെ കണ്ടം ചെയ്യുന്ന, അതായത് റിജക്റ്റ് ചെയ്യുന്ന ടെയിൽസും ഉണ്ട്. അങ്ങനെയുള്ളത് വേണം ചെയ്യാനെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയുള്ള ഫെയറി ടെയിൽസ് വേണം നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ. സൈക്കോളജിസ്റ്റും ഓഫൺ ഒരു കൺസേൺ റേസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയലൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഈ ഫെയറി ടെയിൽസിനകത്ത് ഒക്കർ ചെയ്യുന്നുണ്ട്. അത് കുട്ടികളുടെ മൈൻഡിനെ അല്ലെങ്കിൽ സൈക്കിനെ ബാധിക്കും. എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ്, സിൻഡ്രല്ലയുടെ ക്രൂവൽ സീൻസ്, അതൊക്കെ വളരെ വയലൻ്റ് ആയിട്ടുള്ള ഇമേജസ് ആണ്, ആ ഒരു സ്റ്റോറി എലമെൻറ്റ്സ് ആണ്. ആ സ്റ്റോറീസൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ആ ഒരു ഹാംഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇമോഷണലി എക്സാജറേറ്റ് ചെയ്യാതിരുന്നാൽ മതി, അല്ലെങ്കിൽ അത് കുട്ടികൾക്ക് പ്രശ്നമൊന്നും ഇല്ലെന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വായിച്ചു കൊടുക്കുന്ന അഡൾട്ട് റീഡർ ഉണ്ടല്ലോ, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന, ഈ സ്റ്റോറി വായിച്ചു കൊടുക്കുന്ന കുട്ടിക്ക് അയാളുടെ ആ ഒരു മെൻ്റൽ ഇതുപോലെ ഇരിക്കും, അയാളുടെ ആ ഒരു ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതി പോലെ ഇരിക്കും ഇതിനകത്തെ കാര്യങ്ങൾ കുട്ടിയുടെ, അതായത് പോസിറ്റീവാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കുട്ടികളിൽ. അപ്പം ഇത് വായിച്ചു കൊടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സും കെയർഫുൾ ആയിട്ട് തന്നെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെയിൽസ് ചൂസ് ചെയ്ത് വായിപ്പിക്കുക. അതായത് ഈ വയലൻ്റ് ആയിട്ടുള്ള സിൻഡ്രല്ല എന്നൊക്കെ പറയുന്നത് പ്രീ സ്കൂളേഴ്സിന് വായിക്കുന്നത് നല്ലതല്ല. അതിനകത്ത് നിന്ന് അവർക്ക് മീനിങ് ഫുൾ ലെസൺസ് ഒന്നും കിട്ടുന്നില്ല. നേരെ മറിച്ച് അഡോളസൻസ് ആയിട്ടുള്ള ഗ്രൂപ്പിലുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ സിൻഡ്രല്ല ആണെങ്കിലും ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഫ്രം എ സൈക്കോളജിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ മാജിക്കിൽ ബിലീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ബിലീഫ് ഇസ് നോട്ട് ഹാംഫുൾ. മിഡിൽ ഏജസിൽ മോസ്റ്റ് ഓഫ് ദി യൂറോപ്യൻസ് ബിലീവ്ഡ് ഇൻ മാജിക്കൽ ഫിനോമിന. അതുകൊണ്ട് തന്നെയാണ് ഫെയറി ടെയിൽസിൽ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ചില ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, വാമ്പയേഴ്സ് എന്നൊക്കെ പറയുന്നത് റിയൽ ഫിയേഴ്സിൽ നിന്ന് വന്നതാണെന്നാണ് പറയുന്നത്. അതൊരു കൾച്ചറൽ ഐക്കണായിട്ട് പിന്നീട് മാറുവാണ് ഡ്രാക്കുളയൊക്കെ. അപ്പോൾ നാച്ചുറൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ മാജിക്കൽ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടല്ലോ, ഒരു ഡിഫറൻസ്, അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും, അതവർ മനസ്സിലാക്കണം. ഓക്കെ, 21st സെഞ്ച്വറിയിൽ നമുക്കൊരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടെങ്കിലും ഫാൻറ്റസി ലിറ്ററേച്ചറിന് വളരെ പോപ്പുലാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പം കുട്ടികളെന്ന് പറയുന്നത് നാച്ചുറലി അഡോപ്റ്റഡ് ടു ദെയർ എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ഈ ഫാൻറ്റസി സ്റ്റോറീസ് അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടവും. അതായത് ടെക്നോളജി പ്ലസ് മാജിക് ആണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അവരുടെ മൈൻഡിൽ. ഇപ്പോൾ എത്ര സയൻറ്റിഫിക് നോളജ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഫാൻറ്റസി വളരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇമാജിനറി വേൾഡ് വളരെ ഇഷ്ടമാണ്. അതാണ് ആ ഒരു ഹാരി പോട്ടറിൻ്റെയൊക്കെ സക്സസ് കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ ഫാൻറ്റസി ആണെങ്കിലും ഫെയറി ടെയിൽസിനാണെങ്കിലും മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ആണ് മോഡേൺ സൊസൈറ്റിയിലുള്ളത്. നമ്മുടെ ഇമാജിനേഷനെ എക്സ്പാൻഡ് ചെയ്യുന്നു, നമുക്ക് റിയാലിറ്റിയിൽ കൂടുതൽ ഇൻസൈറ്റ് തരുന്നു, ഹാപ്പി എൻഡിങ്സിൽ നമുക്കൊരു ഹോപ്പ് തരുവാണ്, നമുക്കൊരു ടെമ്പററി എസ്കേപ്പാണ് ഈ ഒരു റിയൽ ലൈഫ് വേൾഡിൽ നിന്ന് കിട്ടുന്നത്.
അപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഒരു കൈൻഡ് ഓഫ് റിലാക്സേഷൻ നമുക്ക് മൈൻഡിൽ കിട്ടുന്നുണ്ട്. ഈവൻ ആഫ്റ്റർ ഹൈലി ടെക്നോളജിക്കൽ സിവിലൈസേഷൻ ആയി മാറിയെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു റിയൽ ലൈഫിലെ പ്രഷേഴ്സിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഫാന്റസി വേൾഡിലോട്ട്. സോ അതുകൊണ്ടാണ് ഫാന്റസി ലിറ്ററേച്ചർ വളരെയധികം നെസസറി ആണെന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ഹ്യൂമൻ ബീങ്സിന് ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ആ ഒരു മെന്റൽ ഫ്ലെക്സിബിലിറ്റി നമുക്ക് തരും ഈ ഒരു ഫെയറി ടെയിൽസിലൂടെ. അപ്പോൾ സൈക്കോ അനലിറ്റിക് അപ്രോച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെയറി ടെയിൽസിന് വളരെ അൺകോൺഷ്യസ് ആയിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഫെയറി ടെയിൽസിനെ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ ഫെയറി ടെയിൽസിൽ ചൈൽഡ്ഹുഡ് പീരീഡ് ഓൺവേർഡ്സ് നമുക്ക് കുറേ ഫാൻറ്റസി എലമെന്റ്സ് അല്ലെങ്കിൽ മൈൻഡിന് നമുക്കൊരു ഫാൻറ്റസി സ്പേസ് തരുന്നതാണ് ഫെയറി ടെയിൽസ്. അതായത് കുട്ടികൾക്ക് ഇമോഷൻസ് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഫിയർ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെയറി ടെയിൽസ് ഒരു തെറാപ്പി ടൂൾ എന്ന് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കുട്ടികളെ ആൻസൈറ്റീസിൽ നിന്ന് ഓവർകം ചെയ്യാനും നമുക്ക് സാധിക്കും. പിന്നെ ഈ ജെൻഡർ, ക്ലാസ്, റേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസർവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇത് പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറുന്നത്. വയലൻസ് ഒക്കെ വരുമ്പോഴാണ്. അല്ലെങ്കിൽ ഇതിനെ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷണൽ വാല്യൂ ഈ ഫെയറി ടെയിലിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സ്റ്റിൽ ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിന് ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഫോറും എഗെയിൻസ്റ്റും ഒരുപാട് പേര് വരുന്നുണ്ട്. കാരണം ഒരു ഫെയറി ടെയിലിനെ നമുക്ക് മൾട്ടി ഡയമെൻഷനലായിട്ട് വായിക്കാം. ഒരു കുട്ടിക്ക് വായിച്ചു കൊടുക്കുന്ന രീതിയിൽ വായിച്ചു കൊടുക്കാം. ഒരു വലിയൊരാൾക്ക് നമുക്ക് കഥ ക്രിട്ടിസൈസ് ചെയ്ത് വായിച്ചു കൊടുക്കുന്നത് അങ്ങനെയും വായിച്ചു കൊടുക്കാം. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റാലോ കാൽവിനോ എന്നുള്ള ഗ്രേറ്റ് റൈറ്റർ ഉണ്ട്. ഇറ്റാലോ കാൽവിനോ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെയറി ടെയിലിന് ഓരോന്ന് ഫെയറി ടെയിലിനും ഓരോ യുണീക്ക് ക്യാരക്ടർ ഉണ്ട്. അത് നമ്മൾ പ്രിസർവ് ചെയ്ത് വേണം നമ്മളെ ടെക്സ്റ്റ് വായിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഇദ്ദേഹം പറയുന്നത് ടെക്സ്റ്റ് സെൻറ്റേർഡ് അപ്രോച്ചാണ് നല്ലത്. അതായത് ഫെയറി ടെയിൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഈ പിന്നെ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിച്ചു പോവുക, അല്ലാതെ അതിനെ ക്രിട്ടിക്കലി കിടന്ന് അനലൈസ് ചെയ്ത് കീറി മുറിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഫെയറി ടെയിൽസിന് ഒരുപാട് സപ്പോർട്ടേഴ്സും ഉണ്ട്. അതായത് ഇമാജിനേഷനെയൊക്കെ ക്രിയേറ്റീവ് ക്വാളിറ്റീസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫെയറി ടെയിൽസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിറ്റിസിസം ഒന്നും വലിയ രീതിയിൽ വില പോകാതെ നിൽക്കുന്നത്. സ്കോളേഴ്സും റൈറ്റേഴ്സും ഒക്കെ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, നമ്മളെ ഇമാജിനേഷന് വേണ്ടിയുള്ള ഒരു കപ്പാസിറ്റിയൊക്കെ ഫെയറി ടെയിൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് റെസ്പെക്റ്റഡ് ഓതേഴ്സും ഫെയറി ടെയിൽസ് അവർ തന്നെ എഴുതിയിട്ടുമുണ്ട്. അപ്പം ഫെയറി ടെയിൽസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ക്രിയേറ്റേഴ്സിനെയും മോട്ടിവേറ്റ് ചെയ്യുന്നു, ക്രിട്ടിക്സിനെ ഇൻസ്പയർ ചെയ്യുന്നു, അല്ലേ? നമുക്കൊരു ഇമാജിനേഷൻ്റെ സ്കോപ്പ് തരുന്നതാണ് ഫെയറി ടെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എന്തൂസിയാസം ഫെയറി ടെയിൽസിന് വേണ്ടി ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. ഈവൻ എന്താ പറയുക, എൻഡിങ്സ് ഓഫ് ദ ഫെയറി ടെയിൽസ് വെഡ്ഡിങ്സിലോ അല്ലെങ്കിൽ അനദർ ഫോം ഓഫ് അഡ്വാൻസ്മെന്റിലോ ട്രാൻസ്ഫർമേഷനിലോ ഒക്കെയാണ് എൻഡ് ചെയ്യുന്നത്. അതൊന്നും കൺക്ലൂഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഫൈനൽ ബിഗിനിങ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു റിന്യൂവൽ അല്ലെങ്കിൽ ഹോപ്പാണ് അതൊക്കെ. അപ്പോൾ ഫെയറി ടെയിൽസ് ശരിക്കും പറഞ്ഞാൽ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ഫാന്റസിയാണ്. അതിനകത്ത് ക്യാരക്ടേഴ്സ് ഡിസയർ ചെയ്യുന്നു, അവസാനം അത് അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം അവരെല്ലാം അതുപോലെ തന്നെ ഈ ഫെയറി ടെയിൽസിനെ ഷോർട്ട് നറേറ്റീവ്സ് ആണ്, ഷോർട്ട് സ്റ്റോറീസ് ആണ്. ഇതെല്ലാം വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് എഴുതുന്നത്. അപ്പം ഈ പൂറായിട്ട് പിന്നെ ജീവിക്കുന്ന ആളുകളാണ്, ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ അവസാനം എന്തായാലും റിച്ച് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹോപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതെല്ലാം വായിക്കുന്നതിലൂടെ. നമുക്ക് അങ്ങനെ അതുവഴി ഒരു ഹാപ്പിനെസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എസ്സേക്കകത്ത് സംസാരിക്കുന്നത്.